ഹരി ഓം. മീരാബായിയുടെ ഒരു പോയമാണ് ഇന്നത്തെ സത്സംഗമായിട്ട് ഗുരുദാസ് ജി പറഞ്ഞത്. ഗുരുദാസ് ജിയുടെ ശൈലിയിൽ അത് ഡിഫൈൻ ചെയ്തുവെങ്കിലും അതിൻ്റെ ഒരു നട്ട്ഷെൽ പറയാം. അതൊരു സാധകൻ്റെ അവസ്ഥയാണ്. ഗുരുദാസ് ജി പറഞ്ഞത് ഒരു സാധകൻ്റെ അവസ്ഥയാണ്. ഒരു സാധകൻ്റെ അവസ്ഥയെന്ന് പറയുമ്പോൾ അത് ഉദ്ദേശിക്കുന്നത് നമ്മളെ തന്നെ ഒന്ന് പഠിക്കാൻ നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാൻ പറ്റും, നമ്മൾ രണ്ട് എക്സ്ട്രീമിലാണ് സഞ്ചരിക്കുന്നത്. നാളെ ഉപവാസം എടുക്കണം, അപ്പം ഭയങ്കരമായിട്ട് ഉപവാസം എടുക്കും. അതിൻ്റെ അടുത്ത ദിവസമോ 3 ദിവസം കഴിക്കേണ്ട ഭക്ഷണം അതിൻ്റെ അടുത്ത ദിവസം കഴിക്കും. അപ്പോൾ എടുത്ത ഉപവാസത്തിന് എന്ത് പ്രസക്തി? രണ്ട് എക്സ്ട്രീമാണ്. വേണ്ട എന്ന് വയ്ക്കുമ്പോൾ അങ്ങനെയേ വേണ്ട, എന്നാൽ ആഹരിക്കുമ്പോഴോ അതിൻ്റെ ഏറ്റവും ടോപ്പിലൊന്ന് പോകും. അപ്പോൾ ഈ രണ്ട് എക്സ്ട്രീമിൽ നിലനിന്നുകൊണ്ട് ഉപവാസം അല്ലെങ്കിൽ എന്തായിക്കോട്ടെ സാധനാപരമായിട്ട് എന്ത് ചെയ്താലും പ്രത്യേകിച്ചൊരു ഗുണമൊന്നുമില്ല. അതിൽ നിന്നും നല്ലത് നമ്മൾ മര്യാദയ്ക്ക് എങ്ങനെയാണ് ഇരുന്നത് അങ്ങനെ ഇരിക്കുന്നതാണ് ഏറ്റവും ബെറ്റർ. അതാണ് അത്. അല്ലെങ്കിൽ എന്താണ്, എന്തെങ്കിലും ചെയ്യാൻ പോകുന്നു എന്നുള്ള ചെയ്യുമ്പം ഒന്നുകിൽ അതിൻ്റെ ടോപ്പിലോട്ടങ്ങ് കൊണ്ടുപോകും. അതിൻ്റെ അടുത്ത ദിവസം ഞാൻ അങ്ങ് അത് ചെയ്തല്ലോ അതുകൊണ്ട് ഇങ്ങനെ ഇരിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ഏറ്റവും ഡൗണിലോട്ടങ്ങ് പോകും. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് നാം എങ്ങനെയാണോ ഒന്നുകിൽ അതിലങ്ങ് തുടരാൻ അനുവദിക്കുക എന്നുള്ളതാണ്. ഇനി അതിലെന്തെങ്കിലും മാറ്റം വരുത്താൻ വേണം ശ്രമിക്കുന്നു എങ്കിൽ മിഡിൽ പാത്ത് എടുക്കുക. രണ്ട് എക്സ്ട്രീമിലും പോകരുത്, മിഡിൽ പാത്തിലോട്ട് പോവുക. ഇവിടെ മീരാബായി പറയുന്നതും അതാണ്. ഞാൻ കുതിരയിൽ കൂടി സഞ്ചരിക്കുന്നു, അല്ലെങ്കിൽ കുതിരയെ ഉപയോഗിക്കുന്നു, അല്ലെങ്കിൽ ആനയെ ഉപയോഗിക്കുന്നു, അല്ലെങ്കിൽ നടക്കുന്നു. സിംബോളിക്കായിട്ട് പറയുന്നതാണ്. ആനയെ ഉപയോഗിക്കുന്നു എന്ന് വെച്ചാൽ ആ ഒരു ആഡംബരത്തിന് വേണ്ടി ഉപയോഗിക്കുന്നു എന്നുള്ള അർത്ഥം. ആഡംബര വസ്തു എന്തും ആകാം, അവിടെ ആനയെ സിംബോളിക്കായിട്ട് പറയുന്നു എന്നേ ഉള്ളൂ. കുതിര എന്ന് അവിടെ ഉദ്ദേശിച്ചത് വേഗതയെ സൂചിപ്പിക്കാൻ, അത് വിമാനം എന്നുള്ള അർത്ഥത്തിലും എടുക്കാം. നടക്കുക എന്ന് പറയുന്നത് എൻ്റെ ലാളിത്യം എന്ന് പറയുന്ന രീതിയിൽ. ഇത് മൂന്നും ഞാൻ ചെയ്യുന്നതാണ്. അപ്പോൾ അതിൽ മിഡിൽ പാത്തില്ല. എന്ന് നടക്കുന്നുണ്ടോ? ഇല്ല. മിഡിൽ പാത്ത് എടുക്കുന്നവന് മാത്രമേ അത് സ്ഥായിയായി നിലനിർത്തി കൊണ്ടുപോകാൻ പറ്റുള്ളൂ. അപ്പോൾ ഒരു സാധകൻ ആ ഒരു മിഡിൽ പാത്തിലേക്ക് എത്തണം എന്നും ആ മിഡിൽ പാത്ത് അവനെ ഇംപ്ലിമെൻ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ശ്രീഹരി വേണമെന്നുമാണ് ആ ഒരു പൊയത്തിൻ്റെ ഒരു നട്ട്ഷെൽ എന്ന് പറയുന്നത്. എൻ്റെ മാത്രം പ്രയത്നം കൊണ്ടുവന്നാൽ ഞാൻ രണ്ട് എക്സ്ട്രീമിലായിരിക്കും പോകുന്നത്. ഒന്ന് ടോപ്പ് എക്സ്ട്രീമിലായിരിക്കും പോകുന്നത്, അടുത്ത ദിവസം നേരെ ഡൗൺ എക്സ്ട്രീമിലായിരിക്കും പോകുന്നത്. കാര്യം പ്രയത്നം എൻ്റേതാണ്. അവിടെ ശ്രീഹരി ഉണ്ടെങ്കിലോ ടോപ്പും പോകില്ല, താഴെയും പോകില്ല, അദ്ദേഹത്തിൻ്റെ കൂടെ പോകും. അതുകൊണ്ട് ഈ എക്സ്ട്രീംസുകളെല്ലാം എന്നിൽ സംഭവിക്കുന്നുവെന്നും ഞാൻ അതിലല്ല നിലനിൽക്കേണ്ടതെന്നും അതിലല്ലാതെ ഒരു നിലനിൽപ്പ് എന്നെ കൊണ്ടാകുന്നില്ല എന്നും അതിന് ശ്രീഹരി വേണമെന്നുമാണ് ആ പൊയത്തിൻ്റെ നട്ട്ഷെല്ലായിട്ട് പറയുന്നത്. ഈ അർത്ഥം മനസ്സിലാക്കിക്കൊണ്ട് വീണ്ടും ഒന്ന് കാണാൻ ശ്രമിക്കുക. അതുകൊണ്ട് ഒരു സാധകർ അവനവനിൽ നിലനിൽക്കുക എന്നുള്ളതാണ്. അവനിലൊരു മാറ്റം വരുത്തുവാൻ അവൻ മാത്രം ശ്രമിച്ചാൽ നടക്കില്ല, ഡിവിനിറ്റിയും കൂടെ ഉണ്ടെങ്കിൽ മാത്രമേ നടക്കത്തുള്ളൂ എന്നുള്ളതാണ്. കുറച്ച് നേരം കണ്ണടച്ച് റിലാക്സ് ചെയ്ത് നമ്മൾ കേൾക്കുന്നൊരു മ്യൂസിക്കിനെ ആസ്വദിച്ച് കുറച്ച് നേരം റിലാക്സ് ചെയ്തിരിക്കുന്നു.